ഹലോ, ഇതാട്ടോ പാമ്പൻ പാലത്തിന്റെ മേളിൽ നിന്നുള്ള വ്യൂ. എന്റെ പൊന്നോ, അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. നല്ല നീല കളറും അല്ലാട്ടാ. പിന്നെ അവിടെ നിൽക്കുമ്പോൾ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടാ. എനിക്കാണ് ഈ കാറ്റടിച്ചിട്ട് മുടി പറഞ്ഞിട്ട് വീഡിയോ പോലും എടുക്കാൻ പറ്റണ്ടായിരുന്നില്ലാട്ടാ. അത്രയ്ക്കും കാറ്റുണ്ടായിരുന്നു അവിടെ. കുറച്ചേരായിട്ട് അവിടെ നിന്നുള്ളൂ, പിന്നെ അവിടെ നിന്ന് പോന്നു. ഞാനാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഭയങ്കര ഉറക്കായിരുന്നു. ഒരു ഉറക്കം കഴിഞ്ഞ് എഞ്ചിപ്പിക്കൊക്കെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. ഞാനാണെങ്കിൽ പിന്നെ ചായ കുടിക്കില്ലാട്ടാ. പിന്നെ ഇതായിട്ട് തമിഴ്നാട്ടിലെ പബ്സ് ശരിക്കും ഒരു ബണ്ണ് പോലെ ഇരിക്കും. പിന്നെ എന്റെ ഫോണിലോട്ടും ചാർജ് ഉണ്ടായില്ലാട്ടാ. അപ്പൊ ഞാൻ അവിടെ കയറിയപ്പോ എന്റെ ഫോൺ കുത്തിയിട്ടാ. വണ്ടിയിൽ നിന്ന് കഴിക്കാനായിട്ട് ഞങ്ങൾ മിച്ചർ അതുപോലെ എന്റെ സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകണത് നല്ല രസമാണ്. പക്ഷെ യാത്ര ചെയ്യലാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഏർവാടിയിൽ നിന്ന് വീട് വരെ എത്തിപ്പിക്ക് ആകെ വയ്യാണ്ടായിട്ടാ. അത്ര ദൂരം വണ്ടിയിൽ നിന്നിട്ടേ. പിന്നെ കേരളം വിട്ടുപോയ ഫുഡിന്റെ കാര്യം കണക്കുക. ഇപ്പൊ നമ്മൾ കയറിയ കടയില്ലേ, അത് അത്യാവശ്യം നല്ല കടയായിരുന്നു കേട്ടോ. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വണ്ടിയിൽ നിന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ശരിക്കും എടുത്തുട്ടാ. ഞങ്ങൾ കുറച്ചേരം വണ്ടി നിർത്തും, ഇറങ്ങും, പിന്നെ വല്ല കട കാണുമ്പോൾ നിർത്തും, എന്തെങ്കിലും കഴിക്കാനൊക്കെ മേടിക്കും, അത് വീണ്ടും പോവും. അങ്ങനെയായിരുന്നു. സത്യം പറഞ്ഞ എങ്ങനെയില്ലെന്ന് വീടെത്തിയാൽ മതി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പോയി രാത്രി ആയിട്ടാ. രാത്രി ആയപ്പോ ഞങ്ങൾ മധുര എത്തിയിട്ടാ. മധുര കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. അപ്പൊ ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കടകളൊന്നും ഉണ്ടാവില്ല കേട്ടാ. അപ്പേക്കും രാത്രിയോ. അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടാ. ഉമ്മ പൊറോട്ട പറഞ്ഞോണ്ട് ഉമ്മക്ക് വേഗം കിട്ടിയിട്ടാ. ഞങ്ങൾക്ക് കിട്ടാൻ കുറച്ച് താമസം ഉണ്ടായിരുന്നു. ഞാനാണ് ഈ നൂഡിൽസ് ആട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇക്കും ഫ്രൈഡ് റൈസ് ആട്ടോ പറഞ്ഞേ. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടി കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. കുറെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടാ. ഞാനാണെങ്കിൽ ഇടയ്ക്ക് ഉറങ്ങും, എണീക്കും. പിന്നെ കാട്ടിക്കൂടെ പോയതൊന്നും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ഞാനാണെങ്കിൽ ഭയങ്കര ഉറക്കായിരുന്നു. പിന്നെ അവിടെ അങ്ങോട്ട് പോയി കുറച്ച് കഴിഞ്ഞ് പിക്കാക്ക് ഉറക്കം വേണ്ടി ഞങ്ങൾ കടയിൽ നിർത്തി. പിന്നെ ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറെ കടകളൊന്നും ഇല്ല കേട്ടാ. മൊത്തം കാടായിരിക്കും. എന്തായാലും വണ്ടിയിൽ നിന്ന് കഴിച്ചാൽ ഉറക്കമില്ല എന്ന് മേടിക്കാൻ വേണ്ടി കയറിയതാ. പിന്നെ ഞാൻ വണ്ടി കയറിയിട്ട് ഭയങ്കര ഉറക്കായിരുന്നു കേട്ടാ. ഇടയ്ക്ക് കണ്ണുറക്കും, ഇക്കാലത്ത് ഉറക്കം വേണ്ടോ നോക്കും. വീണ്ടും ഞാൻ കിടന്നുറങ്ങും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും എണീക്കും. ഞങ്ങളാണ് വീട് എത്തിയപ്പോ ഒരു 5 മണി 6 മണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ. ബാക്കി വിശേഷങ്ങളുടെ അടുത്ത വീഡിയോ കാണാം.